ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെയും, ഈശോ തൻ്റെ ശിഷ്യന്മാരെ നിയോഗിക്കുന്ന വലിയൊരു നിയോഗം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായം 16 വചനങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനാണ് യേശു നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്, അല്ലെങ്കിൽ പലരും പറയുന്ന ഒരു കാര്യം ഇതാണ്: വളരെയേറെ ധ്യാനങ്ങൾ കൂടി, വളരെയേറെ ശുശ്രൂഷകൾ ചെയ്തു, പക്ഷെ പലപ്പോഴും ഏത് തെറ്റിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടോ അതിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു അനുഭവം കുറെ പേരുടെയെങ്കിലും ജീവിതത്തിൽ കാണാനിടയായിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാതെ തിന്മ ഞാൻ ചെയ്തു പോകുന്നുവെന്ന്. ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉത്ഥാനം, അപ്പോസ്തലനായ പൗലോസ് റോമർക്കുള്ള ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നാം ജ്ഞാനസ്നാനം സ്വീകരിച്ചത് നമ്മുടെ ജഡികതയെ, നമ്മുടെ പാപ അവസ്ഥകളെ യേശുവിനോട് ക്രൂശിൽ തറച്ച അവസ്ഥയാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഇന്ന് എൻ്റെ ആത്മീയ അനുഭവത്തിലൂടെ ഞാൻ നോക്കുമ്പോൾ അനേക വ്യക്തികളുടെ ജീവിതത്തിൽ അവരുമായി അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും കൗൺസിലിങ്ങിനും ഒക്കെയായി ചെലവഴിച്ച സമയങ്ങളിലൊക്കെയും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: ആത്മീയ അനുഭവത്തിൽ നിലനിൽക്കുവാനും വളരുവാനും തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക മേഖലകൾ, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മേഖലകൾ അവശേഷിക്കുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ മേഖല നമ്മുടെ ഭവനങ്ങളിൽ നിന്നും കടന്നുപോയ, അല്ലെങ്കിൽ ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള അവഗണന. പണ്ടൊക്കെ നമുക്ക് സഭയില് നവംബർ മാസം പ്രത്യേകമായ ശുദ്ധീകരാത്മാക്കളുടെ നിയോഗമായിട്ട് വണക്കമാസവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെ നടക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഓർക്കുന്നു, ശുദ്ധീകരാത്മാക്കളുടെ മാസത്തില് വണക്കമാസം വായിക്കുകയും അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഓരോ ദിവസവും മാസത്തിൽ ബലിയർപ്പിച്ച് വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നൊക്കെയും സമർപ്പിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്ന് കൈമോശം വന്നുപോയ ഒരു മേഖലയായി എനിക്ക് തോന്നുകയാണത്. കാരണം അനേക ജീവിതങ്ങളിൽ ഇന്ന് നടക്കുന്ന പല പ്രവർത്തനങ്ങളും വിലയിരുത്തുമ്പോൾ, അതേക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്: ദൈവവചനം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് പോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവിടെ ഈ ജനം എന്നെ തീർത്തും പരിത്യജിച്ചു,
അവരെന്നെ അറിയുന്നില്ല എന്ന് വിലപിക്കുന്ന സ്വർഗപിതാവിന്റെ രോദനത്തിന്റെ വചനം നമ്മളിവിടെ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുക, തിന്മ നിറഞ്ഞ രാജ്യം, അകൃത്യഭാരം വഹിക്കുന്ന ജനം, ദുർമാർഗികളായ മക്കൾ, അവർ തീർത്തും ദൈവത്തെ പരിത്യജിച്ചിരിക്കുന്നുവെന്ന്. ദുർമാർഗികളായ മക്കൾ, തിന്മ നിറഞ്ഞ രാജ്യം, അകൃത്യഭാരം വഹിക്കുന്ന ജനം, അകൃത്യഭാരം വഹിക്കുന്ന ജനം. തീർച്ചയായും യേശു തന്റെ സുവിശേഷ വേലയുടെ കാലത്തും അതേക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ആബേലിന്റെ രക്തം മുതൽ ഏറ്റവും ഒടുവിൽ ദേവാലയത്തിന്റെ ബലിപീഠത്തിന് അരികെ വെച്ച് വധിക്കപ്പെട്ട സഖറിയ പുരോഹിതന്റെ പ്രവാചകന്റെ രക്തത്തിന് ഈ തലമുറയോട് കണക്ക് ചോദിക്കുമെന്ന്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന യേശു തിരുവചനത്തിലൂടെ നടത്തുവാനിടയായത്? നമ്മുടെ ജീവിതം കഴിഞ്ഞുപോയ തലമുറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അവിടെ കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് നമുക്കറിയാം, സഭയെ 3 വിഭാഗമായി തിരിക്കുന്നുണ്ട്. വിജയസഭ, വിജയം വരിച്ച് ജീവിത വിശുദ്ധിയിൽ ഭൂമിയിൽ ജീവിച്ച് നിത്യതയിലേക്ക് കടന്നുപോയ വിശുദ്ധാത്മാക്കളുടെ സമൂഹം. വീണ്ടും രണ്ടാമത്തെ ഭാഗമായി സഹനസഭ, സഭയിൽ അംഗമായിരുന്ന ഭൂമിയിൽ ജീവിച്ചിരുന്നവര്, മരണം വഴി ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയവര്, അവർക്ക് വിശുദ്ധീകരണം ആവശ്യമുള്ളതുകൊണ്ട് സഹനത്തിലൂടെ കടന്നു പോകുന്ന ശുദ്ധീകരാത്മാക്കളുടെ മേഖല. നരകതുല്യമായ വേദനയാണ് അവരുടെ വേദന എന്നൊക്കെ വിശുദ്ധന്മാരുടെ ജീവിത ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ നിക്കോളാസ് ടോളന്റൈൻ എന്ന വിശുദ്ധന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിനായ പല അനുഭവങ്ങളിലൂടെയും തന്റെ സഭാംഗമായിരുന്ന ഒരു സഹോദരൻ മരിച്ചുപോയി കഴിഞ്ഞ് മരണശേഷം പലപ്പോഴായി നിക്കോളാസ് ടോളന്റൈന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നതും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നതുമായ സംഭവങ്ങൾ വിശുദ്ധ നിക്കോളാസ് ടോളന്റൈന്റെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധീകരാത്മാക്കളുടെ മധ്യസ്ഥനായ തിരുസഭ അദ്ദേഹത്തെ ഇന്ന് ബഹുമാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധ നിക്കോളാസ് ടോളന്റൈനെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമുക്ക് ദൈവം തിന്മയെ ജയിക്കുവാനും നന്മയിൽ ജീവിക്കുവാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഭൂമിയിൽ തിരുസഭയിലൂടെ നൽകിയിട്ടുണ്ട്. അതിൽ പലതും നമ്മളിന്ന് ശ്രദ്ധിക്കുന്നില്ല, അവഗണിക്കുന്നില്ല എന്നതിന് കാരണത്താല് നമുക്കിന്ന് ആത്മീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ വീണ്ടും കടക്കുമ്പോൾ വിലാപങ്ങളുടെ പുസ്തകത്തില് 5-ാമത്തെ അധ്യായം 7 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു, ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നുവെന്ന്. ഞങ്ങളുടെ മക്കൾ ഇന്ന് അടിമത്തത്തിലാണ്. അതുകൊണ്ട് വിറക് ചുമടിന്റെ ഭാരം നിമിത്തം അവർ തളർന്നു വീഴുന്നു. കന്യകമാരുടെ നൃത്തമൊന്നും കാണുന്നില്ല, അവർ ഗാനങ്ങൾ ആലപിക്കുന്നില്ല. വൃദ്ധന്മാർ നഗരകവാടങ്ങളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നില്ല. മൂകമായ ശാപഗ്രസ്തമായ ഒരവസ്ഥയെ കുറിച്ചാണ് അവിടെ പറയുക. വീണ്ടും നമ്മള് പുറപ്പാട് പുസ്തകത്തില് 20-ാമത്തെ അധ്യായം കൽപ്പനകള് നൽകുന്ന 10 കൽപ്പനകളെ കുറിച്ചുള്ള ആ വചനഭാഗം വായിക്കുമ്പോൾ ആദ്യത്തെ കൽപ്പനയിൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുന്ന ആ ഭാഗത്ത് പുറപ്പാട് 20:5 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്,
എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ കർത്താവാകുന്ന ഞാനെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ